നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗ്രേപ്സ് IDMR സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഒരു പുതിയ പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഗ്രേപ്സിലൊരു പുതിയ പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ പല രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ വളരെ കൺവെൻഷനലായിട്ടുള്ള സാധാരണ അതിൽ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന റിസപ്ഷനിലേക്ക് പേഷ്യൻസ് വരുന്നു. ആ പേഷ്യൻസ് അവിടെ അവരുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു റിസപ്ഷനിസ്റ്റ് അത് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന രീതി, അത് തന്നെ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു സ്ലിപ്പ് ഫില്ല് ചെയ്ത് വാങ്ങുന്ന രീതിയൊക്കെ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് അവരുടെ പേരിൻ്റെ സ്പെല്ലിങ് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ടി വരാം, വീട്ടുപേരിൻ്റെ സ്പെല്ലിങ് ചോദിക്കേണ്ടി വരാം, സ്ഥലപ്പേര് നമ്മൾ കേട്ടത് വ്യക്തമായി കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ അവരുടെ നിന്ന് ഫോം ഫില്ല് ചെയ്ത് വാങ്ങാറുണ്ട്. ഇങ്ങനെ ഫോം ഫില്ല് ചെയ്ത് വാങ്ങുമ്പോഴും എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിങ് അവിടെ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റിന് നന്നായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ കവർ ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ ഈ രജിസ്ട്രേഷനിൽ ചില ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പഠിച്ചു. ലോഗിൻ ചെയ്ത് സോഫ്റ്റ്വെയറിനകത്ത് കയറി കഴിഞ്ഞാൽ Ctrl+O എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീയിൽ കൂടെ ന്യൂ പേഷ്യൻ്റ് രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് മെനുവിൽ രജിസ്ട്രേഷനിൽ OP രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സബ് മെനുവിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രേപ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കാണുന്ന മെയിൻ സെർച്ച് ബാറിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും അവിടെ വരുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ്റെ വിൻഡോ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ പേഷ്യൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് തുടങ്ങാനുള്ള ഓപ്ഷൻ കിട്ടും. ഒരു പ്രൊപ്പോസ്ഡ് മെഡിക്കൽ റെക്കോർഡ് നമ്പറും വരും. ആക്ച്വലി അതൊരു പ്രൊപ്പോസ്ഡ് മെഡിക്കൽ റെക്കോർഡ് നമ്പർ മാത്രമാണ്, നിർബന്ധമില്ല ആ നമ്പർ തന്നെ ആയിരിക്കണം ഈ പേഷ്യൻറ്റിന് കിട്ടുന്നതെന്ന്. ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ കാണുന്ന ആ നമ്പർ തന്നെയായിരിക്കും ഈ പേഷ്യൻറ്റിന് രജിസ്റ്ററായി കിട്ടാൻ പോകുന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ കൗണ്ടർ ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സേവ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രൊപ്പോസ്ഡ് നമ്പറാണത്. പിന്നീട് സേവ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അടുത്ത നമ്പറായിരിക്കും കിട്ടുക. നമ്മളവിടെ പേഷ്യൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ജെറാൾഡ്, ജെ എന്ന് ടൈപ്പ് ചെയ്ത് ജെറാൾഡിന് JE ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ജെറാൾഡ എല്ലാ സ്പെല്ലിങ്ങുകളുടെയും ഡിക്ഷണറി പ്രഡിഷൻ അവിടെ കിട്ടും. അതൊന്ന് ജെറാൾഡിനെ ചൂസ് ചെയ്യാം. ഇനി GERALD ഉപയോഗിക്കുന്ന ജെറാൾഡ് ആണ് എങ്കിൽ പലപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്പെല്ലിംഗ് അവിടെ അവരെടുത്ത് കൺഫേം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നെപ്പോളിയൻ്റെ സ്പെല്ലിങ് അതുപോലെ തന്നെ അടുത്ത കോളത്തിലുണ്ടാവും. അവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് ഉണ്ട്. നമ്മുടെ പേര് കൊടുത്തിരിക്കുന്ന മെയിലാണ് എന്ന് സിസ്റ്റത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജെൻഡർ മെയിലെന്നും, ഫീമെയിലാണെന്ന് സിസ്റ്റത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജെൻഡർ ഫീമെയിലാണെന്നും സ്വയം അവിടെ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. താഴേക്ക് നമുക്ക് അവിടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് എല്ലാം തന്നെ കൊടുത്ത് നീങ്ങാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് എക്സാക്റ്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്തോളും സോഫ്റ്റ്വെയർ. 21 ദിവസം എന്ന് തന്നെ എടുത്തോളും. ഇനി നമ്മളവിടെ ഏജ് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ 21 എന്ന് കൊടുത്താൽ 21 ഇയേഴ്സ് എന്നാണ് സോഫ്റ്റ്വെയർ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക. 21 ഡേയ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇയേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഡേയ്സ്, വീക്ക്, മന്ത് എന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും. അത് ഡേയ്സ് കൊടുത്താലൊക്കെയാണ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഡേറ്റ് ഓഫ് ബർത്താണ് എടുക്കുക. അതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ പറയുക. ഇപ്പോൾ 60 ഡേയ്സ് എന്ന് കൊടുത്താൽ കൃത്യമായിട്ട് എടുക്കും. പക്ഷേ 2 മന്ത്സ് എന്ന് കൊടുത്താൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എടുക്കാൻ പ്രയാസമാണ് സോഫ്റ്റ്വെയറിന്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. എക്സാക്റ്റ് ഏജ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തോളും. അതിന് തൊട്ട് പിറകെ വീട്ടുപേര്, അഡ്രസ്സൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഡിക്ഷണറി പ്രഡിഷൻ അവൈലബിൾ ആണ്. സ്ഥലപ്പേര് കൊടുക്കുമ്പോഴും ഇപ്പം ഞാൻ എക്സാമ്പിൾ കണ്ണനല്ലൂർ എന്ന സ്ഥലപ്പേര് ഞാൻ കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ 2 കണ്ണനല്ലൂരാണുള്ളത്. ഒന്ന് കൊല്ലത്ത് കണ്ണനല്ലൂരുണ്ട്, തിരുനെൽവേലിയിൽ, തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ കണ്ണനല്ലൂരുണ്ട്. അപ്പോൾ 2 ഓപ്ഷൻസും അവിടെ കാണിക്കും. ഞാൻ കൊല്ലത്തെ കണ്ണനല്ലൂർ എടുത്താൽ അത് ഇന്ത്യയിൽ കേരള സ്റ്റേറ്റിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കണ്ണനല്ലൂർ പറഞ്ഞ പ്ലേസ് 691576 എന്ന പിൻകോഡിൽ ഉള്ള സ്ഥലമാണെന്നെല്ലാം തന്നെ ഫില്ലായിക്കോളും. ആ സ്ഥലപ്പേര് മാത്രം എടുത്താൽ മതി. ബീഹാറിൽ നിന്ന് ഇവിടെ പണിക്ക് വന്നിരിക്കുന്ന ഒരാളാണ് സുഖമില്ലാതെ വന്നിരിക്കുന്നതെങ്കിൽ അയാളുടെ സ്ഥലം അയാൾ പറയും ഞാൻ ദഹ്രിയോണിൽ നിന്ന് വരുന്നതാണ്. ദഹ്രിയോൺ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ബീഹാറിൽ, ഇന്ത്യയിൽ ബീഹാർ സ്റ്റേറ്റിൽ റോത്താസ് ഡിസ്ട്രിക്റ്റിൽ ദഹ്രിയോൺ എന്ന് പറഞ്ഞ സ്ഥലം, അങ്ങനെ അത് കറക്റ്റായിട്ട് ഫില്ലായിക്കൊള്ളും സ്വയം. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ കഴിയും.
അത്രയും ഡേറ്റ ഫില്ല് ചെയ്യുന്നതിനുള്ള സമയനഷ്ടം ഒഴിവാക്കാൻ ആക്യുറസി കൂട്ടാൻ അഡ്രസ്സിൻ്റെ അത് ടെലിഫോൺ നമ്പറും ഇതുപോലെ തന്നെയാണ്. നമ്മളവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ കൗണ്ട് കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞ 10 ഡിജിറ്റ് തന്നെയാണോ, ഇപ്പോൾ ഫോറിനർ ആണെങ്കിൽ അവരുടെ ഒരു ഡിജിറ്റ് കൗണ്ട് ഒക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. 10 വരും 11 പോയാലും 9 ആയാലും നമുക്ക് അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റീചെക്ക് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത കോളത്തിൽ നമുക്ക് ആധാർ നമ്പറിൻ്റെ കോളമാണ്. അവിടെ ആധാർ നമ്പർ, ആബ ID, ഇലക്ഷൻ ID, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആധാർ അല്ലാത്ത മറ്റ് പല ഡിഫറെൻറ്റ് ടൈപ്പ്, ഇപ്പോൾ ഫോറിനറാണ് വരുന്നതെങ്കിൽ അവരുടെ വിസ, പാസ്പോർട്ട് നമ്പർ, വിസ പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ആ ഡബിൾ ക്ലിക്കിൽ ഓപ്പൺ ആയി വരും. അവിടെ തന്നെ നമുക്കൊരു ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ബില്ലും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഈ പേഷ്യൻറ്റ് മെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപകരിക്കും ഇമെയിൽ. അപ്പം ഇമെയിൽ തരാൻ സൗകര്യമുള്ള പേഷ്യൻ്റെ ഇമെയിൽ നമുക്കവിടെ വാങ്ങാം. അതുപോലെ തന്നെ ആ രജിസ്ട്രേഷൻ സമയത്ത് കെയർ ഓഫ് വന്നേക്കുന്ന ആളുടെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഡോക്ടറുടെ പേരോ, ഫസ്റ്റ് നെയിമോ, സെക്കൻഡ് നെയിമോ, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ സ്പെഷ്യാലിറ്റിയോ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി ഒരു പുതിയ റിസപ്ഷനിസ്റ്റൊക്കെ ആണെങ്കിൽ ഡോക്ടറുടെ പേര് ഇപ്പം ഇബ്രാഹിം റാവുത്തർ എന്നൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചില പേഷ്യൻസ് ഡോക്ടർ റാവുത്തർ സാർ എന്നായിരിക്കും പറയുക, ചിലർ ഇബ്രാഹിം സാർ എന്നായിരിക്കും, ചിലർ ജനറൽ മെഡിസിൻ എന്നായിരിക്കും പറയുക. അപ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതിൽ ഏത് ടൈപ്പ് ചെയ്താലും ആ ഇബ്രാഹിം റാവുത്തർ ജനറൽ മെഡിസിൻ എന്നത് അവിടെ സെലക്റ്റായി വരും. ഇനി വന്നിരിക്കുന്ന പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് ഫീവറാണ് ഇവിടെ, അതിന് പറ്റിയൊരു ഡോക്ടറെ കാണിക്കൂ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഫീവർ എന്ന് ടൈപ്പ് ചെയ്താൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിസിഷ്യൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് അത് ഏത് ഡിസീസിൻ്റെ പേര് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ പുതിയ റിസപ്ഷനിസ്റ്റാണ് കൃത്യമായിട്ട് ഈ ഒരു ഡിസീസിന് ഏത് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സോഫ്റ്റ്വെയർ സജസ്റ്റ് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലിങ്ക്ഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ ഒത്തിരി ടൈറ്റൊരു ടൈമായിട്ട് കരുതണ്ട. കാരണം ഇതെല്ലാം തന്നെ പരസ്പരം ഡേറ്റ ലിങ്കിങ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യാലിറ്റിയിൽ അല്ലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസ് ഏതൊക്കെയാണെന്ന് സോഫ്റ്റ്വെയറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിസീസ് കൊടുക്കുമ്പോൾ ആ സ്പെഷ്യാലിറ്റി സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇന്ന് ലീവൊന്നും ഇല്ലാത്ത അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടറെ കണ്ടുപിടിക്കാനും സോഫ്റ്റ്വെയറിന് കഴിയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു ആരോ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഡോക്ടർ റെഫർ ചെയ്തിട്ട് വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ആ റെഫറൻസ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സൈഡിലായിട്ട് ഒരു മോർ ബട്ടൺ ഉണ്ട്. അവിടെ പ്രസ് ചെയ്താൽ ആ പേഷ്യൻസിന് റിലേറ്റീവ് പേഷ്യൻ്റ് ഇവിടെ ആൾറെഡി ഫയൽ ഉള്ളവരാണെങ്കിൽ അവരുടെ ഫയൽ നമ്പറും റിലേഷൻഷിപ്പും സെറ്റ് ചെയ്ത് അഡ്രസ്സ് ഓട്ടോ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പേഷ്യൻസ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്, TV ന്യൂസിൽ നിന്നാണോ, പത്രത്തിൽ നിന്നാണോ, പരസ്യത്തിൽ നിന്നാണോ, റിലേറ്റീവിൽ നിന്നാണോ, ഇവിടുത്തെ സ്റ്റാഫ് വഴിയാണോ ഒക്കെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും ഒക്കെ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും. ഇതിനെ ഞങ്ങൾ വിളിക്കുന്നത് കൺവേർഷണൽ രജിസ്ട്രേഷൻ മെക്കാനിസം എന്നാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിലും മിക്ക സോഫ്റ്റ്വെയറിലും ഇങ്ങനൊരു ഫംഗ്ഷൻ വഴിയാണ് ഒരു പുതിയ പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഗ്രേപ്സിൽ ഇത് കൂടാതെ തന്നെ മറ്റ് ചില രജിസ്ട്രേഷൻ മെക്കാനിസംസും കൂടെ ഉണ്ട്. നമുക്ക് റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടി ഒരു QR കോഡ് പ്രദർശിപ്പിക്കാൻ പറ്റും. ആ QR കോഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് റീഡ് ചെയ്താൽ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് കിട്ടും, വെബ് പേജായിട്ട്. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവരുടെ പേര്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് സ്വാഭാവികമായിട്ട് നേരത്തെ അവർ ഏതെങ്കിലുമൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഓട്ടോ ഫില്ലിങ് അവിടെ അവർക്ക് കിട്ടുന്നുണ്ടാകും. അതുകാരണം പേഷ്യൻറ്റിനും അത് കുറച്ച് എളുപ്പമാണ് ഫില്ല് ചെയ്യാനായിട്ട്. അവർ ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് FI പേഷ്യൻ്റ് സെർച്ച് വിൻഡോയിൽ ഈ പേഷ്യൻറ്റിൻ്റെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഈ മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെല്ലാം കാണിക്കും. കൂട്ടത്തിൽ ബോൾഡ് ലെറ്റേഴ്സിൽ ഇപ്പോൾ അവർ ഫില്ല് ചെയ്ത് ഡേറ്റ കാണാൻ പറ്റും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ രജിസ്ട്രേഷൻ ഫോമിലേക്ക് തന്നെ മുഴുവൻ ഡേറ്റയും എത്തും. അത് കൺഫേം ചെയ്യുക, കാണേണ്ട ഡോക്ടറെ അവിടെ വെച്ച് ചൂസ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പം ഇത്തരത്തിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഫോം ഫില്ല് ചെയ്തത് മുഴുവൻ ഇത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇനി VIP പേഷ്യൻസ് വരികയോ വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസ് എമർജൻസി കേസിന് വരികയൊക്കെ ചെയ്യുമ്പോൾ അവരെ റിസപ്ഷനിൽ കൊണ്ട് നിർത്തി ഇത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ആ സാഹചര്യങ്ങളിൽ PRO രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. അതൊരു മൊബൈൽ ഫോണിലോ ടാബിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത ഒരു യൂസർ, PROയോ നേഴ്സോ OP അസിസ്റ്റൻറ്റോ ഡോക്ടർ ആർക്ക് വേണമെങ്കിലും അവർക്ക് ഈ പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഡീറ്റെയിൽസ് അതിൽ ഫില്ല് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. നമുക്ക് വെബ്സൈറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഗ്രേപ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന
പോർട്ടൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ലിങ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് വഴിയും ഇതേ രജിസ്ട്രേഷൻ പേഷ്യൻറ്റിന് റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിലെത്തി കൺഫേം ചെയ്യണമെന്ന് ഒരു കണ്ടീഷൻ അവിടെയുണ്ട്. ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ അല്ലാതെ ഓൺലൈൻ തന്നെ കൺഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് കൺവെൻഷനലായിട്ട് കൺട്രോൾ ഓ ഉപയോഗിച്ചുകൊണ്ടുള്ള രജിസ്ട്രേഷനും QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ഫില്ല് ചെയ്ത് ടെമ്പററി രജിസ്റ്റർ ചെയ്ത് അവിടെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള രജിസ്ട്രേഷനും PRO ഓർ VIP രജിസ്ട്രേഷൻ ഓർ എമർജൻസി രജിസ്ട്രേഷൻ എന്ന രീതിയിൽ മൈഗ്രേറ്റ്സ് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെ നമുക്കത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഹോസ്പിറ്റലിലെ യൂസർ നെയിം പാസ്വേഡും ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് അതിൽ ഉപയോഗിക്കുക. ആ പാസ്വേഡ് ഉപയോഗിക്കാം. മൈഗ്രേറ്റ്സിൽ കൂടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ ഇത് എല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റായിട്ട് എത്തുന്നവർക്കുള്ള രജിസ്ട്രേഷനാണ്. നമുക്ക് പലപ്പോഴും ഹോസ്പിറ്റലിൽ വരുന്നത് മുഴുവൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമായിരിക്കണമെന്നില്ല. ചെറിയ സർവീസുകൾക്ക് വേണ്ടിയിട്ട് വരാം. ഒരു എക്സ്റേ എടുത്തിട്ട് പോകാൻ, മരുന്ന് മാത്രം വാങ്ങിയിട്ട് പോകാൻ, അവരിനി തുടർന്ന് വരാനൊരു സാധ്യതയില്ല. ഒരു ലാബ് ടെസ്റ്റ് പെട്ടെന്ന് ചെയ്തിട്ട് പോകാനായിട്ട്, ഒരു യാത്രയുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് സപ്പോർട്ടിംഗ് ആയിട്ടൊരു സർവീസ്, ഒരു MRI സ്കാൻ ചെയ്തിട്ട് പോകാൻ വന്നതായിരിക്കാം. അത്തരത്തിലൊക്കെ ചെയ്യുന്നതിന് നമുക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കസ്റ്റമർ രജിസ്ട്രേഷനിൽ വളരെ മിനിമം ഇൻഫർമേഷൻസ് മാത്രമേ മാൻഡേറ്ററി ആയിട്ടുള്ള പേര്, ജെൻഡർ, ഏജ്, ടെലിഫോൺ നമ്പർ, ബാക്കി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ കസ്റ്റമർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു 4 ഡിജിറ്റ് ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറാണ് കിട്ടുന്നത്. അത് അവർക്ക് തൽക്കാല ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം. കുറച്ച് കാലത്തേക്ക് ആ ലാബൊക്കെ ചെയ്താൽ റിസൾട്ട് റീപ്രിൻ്റ് എടുക്കാനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ടെമ്പററി ആയതുകൊണ്ട് തന്നെ 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ സിസ്റ്റം തന്നെ അത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ടാവും. രജിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ ഉള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ ആൻസറുകൾ ചേർത്തിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ തരുന്നുണ്ടാവും. താങ്ക് യു.